സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പിള്ളേരുടെ ഇപ്പോഴത്തെ പോക്ക് തന്നെ ഒരു രക്ഷയില്ല. സമാധാനത്തോടെ നമ്മുടെ കുടുംബത്തിൽ ഇരിക്കാൻ പറ്റില്ല. സ്കൂളിൽ പോകണ പിള്ളേർ തിരിച്ച് എങ്ങനെ വരണേന്നും ആലോചിച്ചിട്ടൊരു സമാധാനമില്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ല ഒരു വീഡിയോയിൽ ഒരു പയ്യനെ അവരുടെ കൂട്ടുകാരായിരിക്കണം, സെയിം പ്രായക്കാരാണ്, തല്ലി ചതയ്ക്കാണ്. ഒരു മനസാക്ഷി കുത്തിയില്ലാണ്ട് തല്ലി ചതയ്ക്കാണ്. ഇനി തല്ല് കൊണ്ട പയ്യൻ്റെ പേരിൽ എന്തെങ്കിലും തെറ്റിൻ്റെ കുറ്റമുണ്ടോ എന്ന് നമുക്കറിയില്ല. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാം ആദ്യം. മനസ്സിലായില്ല. അന്ന് എനിക്ക് 18 വയസ്സായി. എന്താ പറഞ്ഞ നവീൻ്റെ അടി ഓർമ്മയില്ല. ഇപ്പൊ ഓർമ്മ കയ്യൂട്ടോ കൈ താർക്ക് എന്താ ഈ എന്താ വേണം നോക്കി പഠിപ്പിക്കണേ. ഇത് കൊറേ കാര്യം കാണാൻ തുടങ്ങിട്ടോ. എന്നോടെന്താ പറഞ്ഞേ? എന്നോടെന്താ പറഞ്ഞേ? ഞാൻ പറയണൊക്കെ പറയും. സോറി ഏട്ടാ, സോറി ഏട്ടാ, ഇനി ഒന്നും പറയൂല. ഇനി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കി ചെറിയ അടിച്ച് പൊളിക്കും, ഉറപ്പാ. എന്നെ ചെറിയ അടിച്ച് പൊളിക്കുന്നോ? എന്നെ സോറി ഏട്ടാ ചോദിക്കണോ? ഇനി ഒരാളടുത്ത് ചോദിക്കാം. കാണിയാവരെ +1 ചെക്കന്മാര് തല്ലോ ആരും തല്ലൂല പറയും. ആ തല്ലൂല തല്ലൂല അല്ലലുയോ അല്ലലുയ പറയണ്ടി. യേശു ക്രിസ്തുവിടെ പുത്രനായ ഞാൻ അവിടെ ഇരി. 3 പ്രാവശ്യം ചുറ്റടിക്കണം, അല്ലേ യേശു എന്നെ കൊല്ലു. 1 2 3 അപ്പൊ പറയും യേശു ക്രിസ്തുവിടെ പുത്രനായ ഞാൻ. ഹല്ലേലൂയ. വീഡിയോ ഉണ്ടല്ലേ, ഇതാണ് അവസ്ഥ. എങ്ങനെ നമ്മൾ സമാധാനത്തോടെ വീട്ടിലിരിക്കും? ആ തല്ലി ചതിക്കുമ്പോഴുള്ള അവരുടെ ആ ഒരു മാനസികാവസ്ഥ ഞാൻ ആലോചിക്കണേ. ചിരിച്ചുകൊണ്ട് വടികൊണ്ട് എങ്ങനെ തല്ലി തല്ലി തല്ലി. എന്തല്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ മാനസികാവസ്ഥ? ചിന്തിക്കാൻ പോലും പറ്റില്ല. പേടിയാണ്. നമുക്കും പിള്ളേരുണ്ടേ, നാളെ അവരെന്തായിത്തീരും നമുക്ക് ഒരു പിടിയില്ല. നമുക്ക് കാരണന്മാർക്കും പിന്നെ അതേപോലെ സ്കൂളിലെ അധ്യാപകർക്കൊക്കെ ഇതിനകത്ത് ഒരു പങ്കുണ്ടെന്നേ. നമ്മുടെ കാരണന്മാരെ ഞങ്ങൾ രാവിലെ സ്കൂളിലേക്ക് വിടും, പിള്ളേർ തിരിച്ചു വരും, അവിടെ കഴിഞ്ഞു. അവരന്നത്തെ ദിവസം എന്താണ് ചെയ്തതെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെന്നോ നമ്മൾ ചോദിച്ചറിയാൻ നിൽക്കില്ല. അതേപോലെ തന്നെ സ്കൂളിലെ അധ്യാപകർ ഒരു 5 മിനിറ്റ് ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടി മാറ്റി വയ്ക്കണമെന്ന് ഞാൻ പറയാം. കാരണം ഇങ്ങനെയുള്ള പിള്ളേർ ഒറ്റ ദിവസം കൊണ്ട് ഇത്ര ക്രൂവൽ മൈൻഡിലേക്ക് വന്നതല്ല. അവർക്ക് ഇതിക്ക് മുമ്പ് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ എന്തായാലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് സ്കൂളിലെ അധ്യാപകരുടെ മുമ്പിലോ അല്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പിലോ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ എത്തിയ സമയത്തെങ്കിലും അവരൊന്ന് ചോദ്യം ചെയ്യാനോ അവരെ തിരുത്താനോ നിൽക്കാത്തതുകൊണ്ടാണ് ഇത്രയും ഒരു വലിയൊരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കൂളിലെ അധ്യാപകരായാലും ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി അങ്ങനെയുള്ള പിള്ളേരെ കണ്ടെത്താനും അങ്ങനെയുള്ള പിള്ളേർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാനും അവരെ അതിൻ്റെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കാനും അതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കി കൊടുക്കാനും ഭാവിയിലെ തലമുറയാണ് നിങ്ങളെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഇനി ഭാവി ഇവരുടെ കയ്യിലാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും നമ്മുടെ അധ്യാപകർക്കും അതുപോലെ തന്നെ നമ്മുടെ കാരണന്മാർക്കും നമ്മളെപ്പോലുള്ള കാരണന്മാർക്കും പങ്കുണ്ട്. സൊസൈറ്റിക്കും അതിനകത്ത് പങ്കുണ്ട്. കാരണം ഇങ്ങനെയുള്ള പിള്ളേരെ കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കാതെ അവരെ തിരുത്താനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ കാണിക്കണം. നമ്മൾ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തള്ള വൈബ് എന്നൊക്കെ അവർ പറയും. പിന്നെ സദാചാര പോലീസ് എന്നൊക്കെ ചിലപ്പോൾ അവർ വിളിക്കാം. പക്ഷെ അതൊക്കെ വിളി കേട്ടാലും നമ്മൾ ഇതിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ വരുന്ന തലമുറ, നമ്മുടെ വരുന്ന നാടിൻ്റെ ഒരു അവസ്ഥ വളരെ മോശമായിട്ടായിരിക്കും മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള പിള്ളേരെ നമ്മൾ കണ്ടെത്തി അവർക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് നല്ല രീതിയിലേക്ക് നേരായ വഴിയിലേക്ക് നയിക്കാനുള്ള എല്ലാ ബാധ്യതയും നമ്മളെപ്പോലുള്ളവർക്കും ഉണ്ട്, കാരണന്മാർക്കുണ്ട്, അധ്യാപകർക്കുണ്ട്, അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാർ അവരെ വെച്ച് അവരെ എന്തിട്ട് പറയാം, അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ പാർട്ടിയുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. കാരണം
വരുന്ന തലമുറ ഇല്ലെങ്കിൽ നമ്മുടെ നാടില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, രാഷ്ട്രീയ മൂല്യം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതൊക്കെ നമ്മുടെയും കൂടി ഒരു ഉത്തരവാദിത്വമായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള പിള്ളേരെ നേരായ വഴിയിലേക്ക് നയിക്കാനായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാരും അധ്യാപകരും പോലീസും അതേപോലെയുള്ള എല്ലാ സോഷ്യൽ സംഘടനകളും ഇതിനെ മുന്നോട്ട് വരണം. നല്ലൊരു കൗൺസിലിംഗ് എല്ലാ പിള്ളേർക്കും കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ടും ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.